അതായത് മൊത്തത്തില് 32 മില്യൺ മെട്രിക് ടൺ റബ്ബർ ഉണ്ടാക്കുന്നതിൽ 2/3 സിന്തറ്റിക് ആണ്. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള നിയോപ്രീൻ ആയാലും ബ്യൂണൈൻ ആയാലും ബ്യൂണൈസ് ആയാലും വേറെ ടൈപ്പ് സിന്തറ്റിക് റബ്ബേഴ്സ് ഉണ്ട്. ഇതിൽ നിന്നുണ്ടാക്കുന്ന വരുമാനം എന്ന് പറയുന്നത് ഏകദേശം 56 മില്യൺ US$ ആണ്. അപ്പൊ എത്ര വലിയൊരു ഇൻഡസ്ട്രി ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആർ ഇൻന്യൂമറസ്. ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട് സിന്തറ്റിക് റബ്ബറിന്. നാച്ചുറൽ റബ്ബറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പലയിടത്തും ഉപയോഗിക്കും. ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ ടയേഴ്സിൽ ഉപയോഗിക്കും. ഡോറിന്റെയും വിൻഡോയുടെയും പാനലിങ്ങിൽ, അതായത് വാട്ടർ പ്രൂഫ് ആണല്ലോ, അതുകൊണ്ട് ഡോറിന്റെയും വിൻഡോയുടെയും പാനലിങ്ങിൽ ഗ്ലാസ് ഇട്ടതിന് ശേഷം നമ്മൾ വണ്ടിക്കകത്ത് തന്നെ കാറിൽ തന്നെ റബ്ബർ ബീഡിങ് ഉണ്ടാവും, ഒരു പാനലിങ് പോലെ, വെള്ളം അകത്തേക്ക് കയറാതിരിക്കാൻ. അതേപോലെ വീടുകളിൽ ഡോർ ആയാലും വിൻഡോ ആയാലും ഒരു റബ്ബർ ബീഡിങ് ഉണ്ടാവും. അതെല്ലാം ഈ സിന്തറ്റിക് റബ്ബറാണ്. ഹോസസ്, വെള്ളമൊഴിക്കുന്ന ഹോസ്, ബെൽറ്റ്, കൺവെയർ ബെൽറ്റിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ ലെതർ ബെൽറ്റിന് പകരം ഉപയോഗിക്കുന്ന ബെൽറ്റിൽ ഉണ്ടാവും. മാറ്റിംഗ് ആൻഡ് ഫ്ലോറിങ്, ഇതിലൊക്കെ സിന്തറ്റിക് റബ്ബർ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇനി വേറൊരു ടൈപ്പ് റബ്ബർ ഉണ്ട്, വൾക്കനൈസ്ഡ് റബ്ബർ. നിങ്ങൾക്ക് പഠിക്കാനില്ല എങ്കിലും പറയുന്നേ ഉള്ളൂ. വൾക്കനൈസ്ഡ് റബ്ബർ എന്ന് പറഞ്ഞാൽ റബ്ബറിലേക്ക് റബ്ബറിന്റെ പ്രോപ്പർട്ടി ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ സൾഫർ ആഡ് ചെയ്യും. സൾഫർ ആഡ് ചെയ്യുന്നതിന് പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് വൾക്കനൈസേഷൻ. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹാർഡനിങ് റബ്ബർ. റബ്ബർ നിങ്ങൾക്കറിയാം, അതിൽ നിന്ന് കിട്ടുന്ന ഷീറ്റ് കിട്ടുന്നത് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആണ് അല്ലേ, വളരെ ഫ്ലെക്സിബിൾ ആണ്. അപ്പൊ അത്രയും ഫ്ലെക്സിബിലിറ്റി വേണ്ട എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് സൾഫർ ആഡ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് റിജിഡ് ആവും, ഹാർഡൻഡ് ആവും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് വൾക്കനൈസേഷൻ. ആൻഡ് ദ പ്രോസസ് ഓഫ് ആഡിങ് സൾഫർ ടു റബ്ബർ in order to make it hard is called vulcanization. Okay. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, റബ്ബറിന്റെ ചെയിൻസ് ഉണ്ട്, ആ ചെയിൻസിന്റെ ഇടയ്ക്ക് ക്രോസ് ലിങ്ക്സ് ആയിട്ട് സൾഫർ വരും. ഇപ്പൊ നമ്മുടെ മുടിയിലൊക്കെ സൾഫർ ഉണ്ട്. സൾഫർ ഡൈസൾഫൈഡ് ലിങ്കേജസ് ആണ് മുടിക്കകത്തുള്ളത്. അപ്പൊ ഈ വളഞ്ഞ മുടിയുള്ളവർക്കൊക്കെ ഈ ഡൈസൾഫൈഡ് ലിങ്കേജസ് വളരെ കൂടുതലായിരിക്കും. അഡ്ജസന്റ് ആയിട്ടുള്ള 2 പ്രോട്ടീൻ ചെയിൻസ് തമ്മിൽ ഈ ഡൈസൾഫൈഡ് ലിങ്കേജ് വരുമ്പോഴാണ് മുടി ചുരുളുന്നത്. അപ്പൊ നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്യാനായിട്ട് ഒന്നുകിൽ കെമിക്കൽ ആഡ് ചെയ്യും. അപ്പൊ എന്ത് പറ്റും, ഈ ഡൈസൾഫൈഡ് ബോണ്ട് പൊട്ടും, അപ്പൊ അത് വീണ്ടും സ്ട്രെയിറ്റ് ആവും. ഇല്ലെങ്കിൽ ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഡൈസൾഫൈഡ് ബോണ്ട് വീണ്ടും പൊട്ടും, അപ്പൊ അത് വീണ്ടും സ്ട്രെയിറ്റ് ആവും. ഓക്കെ. അതിന്റെ റിവേഴ്സ് പ്രോസസ് ആണ് വൾക്കനൈസേഷൻ. അതായത് നമ്മൾ സൾഫർ ആഡ് ചെയ്ത് ഈ റബ്ബറിന്റെ ഐസോപ്രീൻ ചെയിൻസിനെ തമ്മിൽ പരസ്പരം ക്രോസ് ലിങ്ക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും in order to make it mechanically more stronger. ഇനി നിങ്ങളുടെ സിലബസിൽ പറയുന്ന സിന്തറ്റിക് റബ്ബർ അത്രയേ ഉള്ളൂ. ഇനി തെർമോപ്ലാസ്റ്റിക്സ്, 4 തെർമോപ്ലാസ്റ്റിക്സ് പറയുന്നുണ്ട്. പോളിത്തിലിൻ, പോളിവിനൈൽ ക്ലോറൈഡ്, പോളിസ്റ്റൈറിൻ, അതേപോലെ ടെഫ്ലോൺ. ആ 4 തെർമോപ്ലാസ്റ്റിക്സിനെ കുറിച്ചും കൂടെ പറയാം. ഇപ്പൊ പോളിത്തിലിൻ, അപ്പൊ അതിൽ ആദ്യം പഠിക്കാനുള്ളത് പോളിത്തിലീൻ ആണ്. പോളിത്തിലീൻ അല്ലെങ്കിൽ പോളിത്തീൻ രണ്ടും ഒന്ന് തന്നെയാണ്. എന്ന് പറയുന്നത് ഈഥീൻ. ഈഥീൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 2 കാർബൺ ആറ്റം, ഈൻ എന്ന് പറഞ്ഞാൽ 2 കാർബൺ ആറ്റത്തിന്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട്. ഇത് പോളിമറൈസ് ചെയ്താൽ ഈ ഡബിൾ ബോണ്ട് പൊട്ടുന്നു, ഒരു ഇലക്ട്രോൺ ഈ കാർബൺ, ഒരു ഇലക്ട്രോൺ ഈ കാർബൺ. ഓക്കെ. ഇതേപോലെ അടുത്തൊരു പോളിത്തിലിൻ മോളിക്യൂളും കൂടെ വരും, അതിനും ഡബിൾ ബോണ്ട് ഉണ്ട്, അത് പൊട്ടുന്നു, ഡബിൾ ബോണ്ട് പൊട്ടുന്നു, ഒരു കാർബൺ ആറ്റത്തിന് ഒരു ഇലക്ട്രോൺ, അടുത്ത കാർബൺ ആറ്റത്തിന് വീണ്ടും ഒരു ഇലക്ട്രോൺ. അപ്പൊ ആ ഇരിക്കുന്ന കാർബൺ ആറ്റവും ആദ്യത്തെ കാർബൺ ആറ്റവും ഈ കാർബൺ ആറ്റവും തമ്മിൽ ഒരു ബോണ്ടിങ് വരും, അതാണ് ഇത്. ഓക്കെ. ഇനി ഇതിലെ രണ്ടാമത്തെ മോളിക്യൂളില് രണ്ടാമത്തെ ഒരു കാർബൺ ആറ്റം ഇരിപ്പുണ്ട്, അത് അടുത്ത ആറ്റവും കാർബണുമായിട്ട് ബോണ്ടിങ് വരും. അപ്പൊ ഈ ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ടായി കാർബൺ ടു കാർബൺ പുതിയ ബോണ്ട് വരികയും ചെയ്യും. ഓക്കെ. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതിനെയാണ് പോളിത്തിലീൻ അല്ലെങ്കിൽ പോളിത്തീൻ എന്ന് പറയുന്നത്. ഓക്കെ. നമ്മള് ഇത് വായിക്കാൻ പറ്റുന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് എഴുതിയിരിക്കുന്ന വേറൊന്നുമില്ല, നമ്മള് പോളിമർ എഴുതുമ്പോൾ ബ്രാക്കറ്റ് ബോണ്ടിൽ കട്ട് ചെയ്യണം എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ.
ഇതാണ് പോളിത്തിലീൻ്റെ സ്ട്രക്ചർ. ഓക്കെ, നമ്മൾ ജനറലി എഴുതുമ്പോൾ CH2 ടൈംസ്, അതാണ് അതിന്റെ റെപ്രസെന്റേഷൻ. ഇനി നമ്മൾ അതിന്റെ ആപ്ലിക്കേഷൻസ്, ഇതാണ് പോളിത്തിലീൻ്റെ ഗ്രാനുകൾ. ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട് പോളിത്തിലീന്. ഏറ്റവും വൈഡായിട്ട് ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് ബാഗ് ആയിട്ട്. പോളിത്തീൻ ബാഗ്സ് നമുക്കറിയാമല്ലോ, പോളിത്തീൻ ബാഗ്സ്, അതിന്റെ പ്ലാസ്റ്റിക് ഫിലിംസ്, ബോട്ടിൽ, ഇതൊക്കെ അതിന് ഉപയോഗിക്കും. പിന്നെ വലിയ പൈപ്പായിട്ട് ഉപയോഗിക്കാം. PVC-ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പോളിത്തിലീൻ ഉപയോഗിക്കാം. ഇതെന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ ഇംപ്ലാന്റ് ആണ്. നമ്മുടെ മുട്ടിൽ വെക്കുന്ന എല്ലിന്റെ ഒരു സിന്തറ്റിക് ഫോം ആണ്. ഇറ്റ് ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് പോളിത്തിലീൻ. അപ്പം ബയോളജിക്കൽ ഇംപ്ലാന്റ് ആയിട്ടും നമ്മുടെ ശരീരത്തിനകത്ത് ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാക്കാത്ത ഒരു പോളിമർ ആയതുകൊണ്ട് പോളിത്തിലീൻ അങ്ങനെയും ഉപയോഗിക്കാം. അപ്പൊ ന്യൂമറസ് ആപ്ലിക്കേഷൻസ് ആണ്. പാക്കേജിങ് ഇൻഡസ്ട്രി, ബോട്ടിലായിട്ട് ഉപയോഗിക്കാം, പൈപ്പായിട്ട് ഉപയോഗിക്കാം, ബയോളജിക്കൽ ഇംപ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം, പ്ലാസ്റ്റിക് ബാഗ്സിൽ ഉപയോഗിക്കാം. അങ്ങനെ പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇനി അടുത്ത പോളിമർ പോളിസ്റ്റൈറിൻ. സ്റ്റൈറിൻ എന്താണെന്ന് നിങ്ങൾ ഓൾറെഡി ബ്യൂണ-എസിൽ പഠിച്ചു അല്ലെ? CH2 ഡബിൾ ബോണ്ട് CH കണക്റ്റഡ് ടു സ്റ്റൈറിൻ. ഇത് തന്നെ ഹോമോപോളിമറൈസ് ചെയ്യാം. അതായത് സ്റ്റൈറിൻ തന്നെ സ്വയം പോളിമറൈസ് ചെയ്ത് പോളിസ്റ്റൈറിൻ ഉണ്ടാകാം. എങ്ങനെയാണ് ഇത് ഉണ്ടാവുക? ബെൻസിൻ റിങ്ങിലുള്ള ഡബിൾ ബോണ്ട് ഒന്നും പൊട്ടൂല, കാരണം അത് എനർജറ്റിക്കലി സ്റ്റേബിൾ ആണ്. അപ്പൊ അത് പൊട്ടില്ല. അപ്പൊ ഈ ഡബിൾ ബോണ്ട് മാത്രമേ പൊട്ടുള്ളൂ. ഇത് പൊട്ടുന്നു. ഈ CH2 ഒരു ഇലക്ട്രോൺ, ഈ CH ഒരു ഇലക്ട്രോൺ. ഈ CH-ഉം അടുത്ത സ്റ്റൈറീനിലെ CH2 തമ്മിൽ ഒരു ബോണ്ട് വരും. ഇതാണ് ഈ CH എങ്കിൽ അടുത്ത സ്റ്റൈറീനിലെ CH2 ആയിട്ട് ഇയാളൊരു ബോണ്ട് ഉണ്ടാകും. ഓക്കെ, ഇനി ഈ CH2 അടുത്ത സ്റ്റൈറീനിലെ CH ആയിട്ട് ബോണ്ട് ഉണ്ടാക്കും. ഓക്കെ, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അപ്പം സ്റ്റൈറീൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കും, അലിഫാറ്റിക് ചെയിൻ ഇങ്ങനെ റൺ ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് പോളിസ്റ്റൈറിൻ. പോളിസ്റ്റൈറിൻ എന്ന് പറയുന്നത് ക്ലിയർ, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പോളിമറാണ്. ഹാർഡാണ്, പക്ഷെ ഗ്ലാസ് പോലെ ബ്രിട്ടിലുമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ആണ് പോളിസ്റ്റൈറിൻ. ഏറ്റവും കോമൺ ആയിട്ട് നിങ്ങൾ ഈ DVD കേസിൽ ഈ ഇതെന്ന് പറയുന്നത് പോളിസ്റ്റൈറിൻ ആണ്. അതേപോലെ ഡിസ്പോസിബിൾ ഷേവിംഗ് ബ്ലേഡ്, ഇതിനകത്ത് വരുന്ന ഇത് പോളിസ്റ്റൈറിൻ ആണ്. ഇതിലെ കേസില് DVD DVD കേസിനകത്ത് വരുന്നത് കണ്ടെയ്നറിനകത്ത്, പിന്നെ പല കുപ്പികളുടെയും ലിഡിൽ ഉപയോഗിക്കുന്ന പോളിസ്റ്റൈറിൻ ആണ്. ട്രേ, ടംബ്ലർ, കട്ട്ലറി, അതായത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളിലൊക്കെ പോളിസ്റ്റൈറിൻ ഉപയോഗിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള ഒരു പോളിമറാണ് PVC. അതിന്റെ പേര് പോളി വിനൈൽ ക്ലോറൈഡ്. വേറെ ഒരു വ്യത്യാസമില്ല. നമ്മൾ എഥിലിൻ പഠിച്ചില്ലേ? എഥിലിനിൽ എങ്ങനെയാണ്? 4 ഹൈഡ്രജൻ ആറ്റം ആണ്. അതില് ഒരു ഹൈഡ്രജൻ മാറി ഒരു ക്ലോറിൻ വന്നാല് PVC ആയി. ഇതെങ്ങനെ പോളിമറൈസ് ചെയ്യും? ഡബിൾ ബോണ്ട് പൊട്ടും. ഈ കാർബൺ ഒരു ഇലക്ട്രോൺ, ഈ കാർബൺ ഒരു ഇലക്ട്രോൺ. ഇത് അടുത്ത ഒരു കാർബൺ ആറ്റവുമായിട്ട് ബോണ്ടിങ് വരുന്നു. അപ്പൊ ഇതങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഈ കാർബൺ അടുത്ത കാർബണായിട്ട് ബോണ്ടിങ് വരുന്നു. അപ്പൊ ഇതങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. നമ്മൾ ഇങ്ങനെ കാണിക്കും. അപ്പൊ ഈ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി എത്ര തവണ റിപ്പീറ്റ് ചെയ്യും? N ടൈംസ്. N മോളിക്യൂൾ എടുത്താൽ N-1 ടൈംസ് റിപ്പീറ്റ് ചെയ്യും. ഇത് 100 മോളിക്യൂൾ എടുത്താൽ 99 തവണ ഇത് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് ദ വേൾഡ്സ് തേർഡ് മോസ്റ്റ് വൈഡ്ലി പ്രൊഡ്യൂസ്ഡ് പോളിമർ. സിന്തറ്റിക് പോളിമർ ഏറ്റവും കൂടുതൽ ഉത്പാദിക്കപ്പെടുന്ന മൂന്നാമത്തെ പോളിമറാണ്. അപ്പൊ അതിൽ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് അർത്ഥം. മെയിൻ ആയിട്ട് PVC ഡോറും വിൻഡോയും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. PVC ഡോർ, വിൻഡോ, ടോയ്ലറ്റിലൊക്കെ നമ്മൾ വാട്ടർ പ്രൂഫിങ് ആയതുകൊണ്ട് തടി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം വാട്ടർ പ്രൂഫിങ് ആയിട്ടുള്ള PVC പൈപ്പും ഡോറും വിൻഡോ ഒക്കെ ഉപയോഗിക്കാം. ബോട്ടിലിൽ ഉപയോഗിക്കാം. നോൺ ഫുഡ് പാക്കേജിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്. ഫുഡ് കവറിങ് ഷീറ്റ്, റാപ്പിംഗ് കവർ എന്ന് പറഞ്ഞിട്ടുള്ള അത്, കാർഡ്സ്, നമ്മുടെ ATM കാർഡ്, അങ്ങനെയുള്ള കാർഡ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. പ്ലംബിങ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് പ്ലംബിങ്ങിലായിരിക്കും അല്ലെ? PVC പൈപ്പിലുള്ള പ്ലംബിങ്ങും വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് കേബിൾ പൈപ്പിലും, പിന്നെ ഇമിറ്റേഷൻ ലെതർ, ഫ്ലോറിങ്, സിഗ്നേജ്, ഫോണോഗ്രാഫ് റെക്കോർഡ്, അതായത് CD DVD, അതൊക്കെ ഇൻഫ്ലേറ്റബിൾ ബലൂൺ പോലുള്ള ഇൻഫ്ലേറ്റബിൾ പ്രോഡക്ട്സ്, അങ്ങനെ പല ആപ്ലിക്കേഷൻസിലും ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ അതിന്റെ ഉദാഹരണമാണ്. PVC, ഇതെല്ലാം PVC ഇതാണ്, പാനലിംഗ് ആണ്. PVC പൈപ്പ്, പിന്നെ PVC ഉപയോഗിച്ചുള്ള ലിനൻ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് നമുക്ക് PVC ക്ലോത്ത് ഉണ്ടാക്കാം. പിന്നെ ഈ PVC പാനലിംഗ് ഇതെല്ലാം വരും. ഈ ടെഫ്ലോൺ,
ടെഫ്ലോൺ നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ഒരു പോളിമറാണ്. കാരണം പരസ്യത്തിൽ എപ്പോഴും പറയുന്നതാണ് ടെഫ്ലോൺ കോട്ടിംഗ്. നോൺ സ്റ്റിക് പാനിൽ വരുന്ന ടെഫ്ലോൺ കോട്ടിംഗ്, അതായത് അതിൻ്റെ ഒരു പരസ്യമാണ് ടെഫ്ലോൺ ഉപയോഗിച്ചുള്ള കോട്ടിംഗ് ഉപയോഗിച്ചുള്ള നോൺ സ്റ്റിക് പാത്രം. ഇത് ഫസ്റ്റ് ടെഫ്ലോൺ കണ്ടുപിടിച്ചിട്ട് ഫസ്റ്റ് വരുന്ന ഒരു പരസ്യമാണിത്. ഇതെന്ന് പറയുന്നത് വേറൊന്നുമില്ല, ഇത് ഹൈഡ്രോഫോബിക് ആണ്, വാട്ടർ റിപ്പല്ലന്റ് ആണ്. അതുകൊണ്ടാണ് ഇത് നോൺ സ്റ്റിക് പാൻസിൽ ഉപയോഗിക്കുന്നത്. ഒന്നും ഇതിൽ ഒട്ടൂല. ഇതെന്താണ് സ്ട്രക്ചർ എന്ന് ചോദിച്ചാൽ, എഥിലിനിൽ എന്താണ് സംഭവിച്ചത്? CH2 ഡബിൾ ബോണ്ട് CH2, ആ ഹൈഡ്രജൻ എല്ലാം മാറ്റി ഫ്ലൂറിൻ ആക്കുക. ഫ്ലൂറിൻ ആക്കിയാൽ എന്താവും? CF2 ഡബിൾ ബോണ്ട് CF2. ഇതിന്റെ പേര് ടെട്രാഫ്ലൂറോ. ടെട്രാ എന്ന് പറഞ്ഞാൽ 4 ഫ്ലൂറിൻ ആറ്റം ഉള്ളതുകൊണ്ട് ടെട്രാഫ്ലൂറോ എഥിലിൻ തന്നെയാണ്. എഥിലിൻ തന്നെയാണ്, അതിന്റെ ഹൈഡ്രജൻ എല്ലാം മാറി ഫ്ലൂറിൻ വന്നു, അത്രേ ഉള്ളൂ. CF2 ഡബിൾ ബോണ്ട് CF2. ബെൻസോയിൽ പെറോക്സൈഡ് അണ്ടർ പ്രഷർ റിയാക്ഷൻ കണ്ടീഷൻസ് ഉപയോഗിച്ചാൽ യു വിൽ ഗെറ്റ് CF2 സിംഗിൾ ബോണ്ട് CF2. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഇത് പൊട്ടുന്നു, ഒരു ബോണ്ട് ഇങ്ങോട്ട്, ഒരു ബോണ്ട് ഈ കാർബൺ. ഇതിലും കാർബൺ ഒരു ഇലക്ട്രോൺ കിട്ടും, ഇയാൾക്ക് ഒരു ഇലക്ട്രോൺ കിട്ടും, ഇത് രണ്ടും എക്സ്റ്റെൻഡ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യും. ഇറ്റ് ഈസ് കോൾഡ് പോളി ടെട്രാഫ്ലൂറോഎഥിലിൻ. ആ പോളി ടെട്രാഫ്ലൂറോഎഥിലിൻ എന്നാണ് ടെഫ്ലോൺ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ പോളിമറിന് അഡീഷൻ ക്ലാസിഫിക്കേഷനിൽ അഡീഷൻ കണ്ടൻസേഷൻ പഠിച്ചു, തെർമോപ്ലാസ്റ്റിക് തെർമോസെറ്റിംഗ് എന്താണെന്ന് ക്ലാസിഫൈ ചെയ്ത് പഠിച്ചു. പിന്നെ സിന്തറ്റിക് റബ്ബറിൽ ബ്യൂണായസ് ബ്യൂണായന് പോളിക്ലോറോപ്രീൻ ആയിട്ടുള്ള നിയോപ്രീനും പഠിച്ചു. പിന്നെ പഠിച്ചത് തെർമോപ്ലാസ്റ്റിക്സിൽ വരുന്ന 4 പോളിമർ ഏതൊക്കെയാണ്? പോളിത്തീൻ, പോളിസ്റ്റൈറീൻ, PVC, ടെഫ്ലോൺ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് നോക്കി വായിച്ച് ഇവിടെ പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഇത്രയും കൂടെ പഠിച്ചിട്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.